എല്ലാവർക്കും നമസ്കാരം. യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജി തെളിച്ച അഖണ്ഡജ്യോതി എന്ന കെടാവിളക്കിന്റെ കാലാതീതമായ ജ്ഞാനത്തിലേക്ക് നമുക്കൊരുമിച്ചൊരു യാത്ര പോകാം. 1953 ഡിസംബറിലെ ഈ പതിപ്പിലെ ഓരോ താളുകളും നമ്മളെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനും യഥാർത്ഥ ക്ഷേമം എന്താണെന്ന് മനസ്സിലാക്കാനും സഹായിക്കും. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം, അല്ലേ? ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കും. നമ്മുടെ ശക്തിയുടെ അടിസ്ഥാനം എന്താണെന്ന് തിരയും. പിന്നെ സമൂഹത്തിൽ ഒരു നല്ല പൗരന്റെ കടമകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കും. അതിനുശേഷം നമ്മുടെ ചിന്തകളുടെ അപാരമായ ശക്തിയെപ്പറ്റി പഠിക്കും. അവസാനം എന്താണ് യഥാർത്ഥ സന്തോഷം, അതിലേക്കുള്ള വഴി ഏതാണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ആദ്യത്തെ ചുവടുവെപ്പിലാണല്ലോ. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് നമ്മിൽ നിന്ന് തന്നെയാണ്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവികമായ തീപ്പൊരിയെ ആളിക്കത്തിക്കാൻ സഹായിക്കുന്ന യോഗവിദ്യയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോ എന്താണ് യോഗവിദ്യ? നമ്മൾ വിചാരിക്കുന്നത് പോലെ കുറച്ച് വ്യായാമങ്ങൾ മാത്രമാണോ? അല്ലേയല്ല. അതിനും അപ്പുറം അതൊരു ഐക്യത്തിന്റെ ശാസ്ത്രമാണ്. അതായത് നമ്മുടെ ജീവാത്മാവിനെ ആ വലിയ പ്രപഞ്ച ചൈതന്യമായ പരമാത്മാവുമായി ഒന്നിപ്പിക്കുന്ന ഒരു പ്രക്രിയ. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം ഒന്നായിത്തീരുന്ന ഒരവസ്ഥ, ആ ഒരു പൂർണ്ണത, അതാണ് യോഗവിദ്യ. ഈ യോഗവിദ്യ പരിശീലിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ? മാസികയിലെ യോഗവിദ്യ കി മഹത്ത എന്ന ലേഖനത്തിൽ പറയുന്നത് അത് നമ്മളെ ജീവിതത്തിന്റെ പരമോന്നതമായ അവസ്ഥയിലേക്ക്, അതായത് പരംപദത്തിലേക്ക് എത്തിക്കുമെന്നാണ്. സാധാരണ ദുഃഖങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നുമൊക്കെ മോചിപ്പിച്ച് ഒരുതരം പരമാനന്ദം നൽകും. പണ്ടത്തെ ഋഷിമാരൊക്കെ നടന്ന ആ ജ്ഞാനത്തിന്റെ വഴിയിലൂടെ നമ്മളെയും കൈപിടിച്ച് നടത്താൻ ഈ യോഗവിദ്യക്ക് കഴിയും. അപ്പോ ഈ വലിയ യാത്ര തുടങ്ങാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഒറ്റ വാക്കേയുള്ളൂ: ജിജ്ഞാസ. ഇതൊരു സാധാരണ ആകാംക്ഷ അല്ല കേട്ടോ. സത്യം എന്താണെന്ന് അറിയാനുള്ള അടങ്ങാത്തൊരു ദാഹം. ആ ഒരു തീവ്രമായ അന്വേഷണം തുടങ്ങുമ്പോഴാണ് ജ്ഞാനത്തിന്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറക്കുന്നത്. ഓക്കേ, അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് നോക്കി, ഒരു വെളിച്ചം കണ്ടെത്തി. പക്ഷേ ആ വെളിച്ചം നമുക്ക് വേണ്ടി മാത്രം മതിയോ? പോരാ, അത് നമ്മുടെ സമൂഹത്തിനും പകർന്നു കൊടുക്കണം. അപ്പോ സ്വയം മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് സമൂഹത്തിന് പ്രയോജനമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു പൗരനായി മാറുന്നത്? നമുക്ക് നോക്കാം. അഖണ്ഡജ്യോതി നമ്മളോടൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് മറ്റുള്ളവരോട് ശരിക്കും എന്തെങ്കിലും കടമയുണ്ടോ? എന്താണ് നമ്മുടെ ഉത്തരവാദിത്തം? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ അത്രയും തന്നെ ശക്തവുമാണ്. ഒരു നല്ല സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ്. ചിന്തിച്ചു നോക്കൂ, ഒരു വലിയ മെഷീനിലെ ഒരു ചെറിയ സ്ക്രൂ ഊരിപ്പോയാൽ എന്താവും അവസ്ഥ? അതുപോലെയാണ് ഉത്തരവാദിത്തമില്ലാത്ത ഒരാൾ. അയാൾ ആ സമൂഹത്തിന്റെ പ്രവർത്തനത്തെ മുഴുവൻ താളം തെറ്റിക്കും. അതുകൊണ്ട് സമൂഹത്തിനൊരു ഭാരമാകാതെ ഒരു താങ്ങായി മാറാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു നല്ല പൗരനാവാൻ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വളരെ സിമ്പിളായ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുക. 2. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും സത്യസന്ധതയും വിശ്വസ്തതയും കാണിക്കുക. 3. എല്ലാവരോടും നല്ല രീതിയിൽ മര്യാദയോടെ പെരുമാറുക. 4. മറ്റുള്ളവരോട് ഒരു സൗഹൃദ മനോഭാവം, അതായത് മൈത്രീഭാവന വെച്ചുപുലർത്തുക. ഈ മൈത്രീഭാവനയെക്കുറിച്ച് ദൂസ്രോം കെ പ്രതി മൈത്രീഭാവന രഖിയെ എന്ന ലേഖനത്തില് കുറച്ചുകൂടി ആഴത്തിൽ പറയുന്നുണ്ട്. സംഗതി സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലെ വിദ്വേഷവും അസൂയുമൊക്കെ ആദ്യം ദോഷം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. നേരെ മറിച്ച് നമ്മുടെ ഉള്ളിൽ സ്നേഹവും സൗഹൃദവുമാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കും, ഒരു പോസിറ്റീവ് എനർജി പോലെ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുള്ളായ ഒരു ടൂളിനെക്കുറിച്ചാണ്. എന്താണെന്നറിയോ? നമ്മുടെ ചിന്തകൾ. ഒരേ സമയം ഒരു ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കാനും അതുപോലെ തകർത്ത് തരിപ്പണമാക്കാനും കഴിവുള്ള ഒരു അസാധാരണ ശക്തി. ഇതിനെയാണ് മാനസിക വിധാനബൽ എന്ന് പറയുന്നത്. മനുഷ്യക വിധാനബൽ എന്ന ആർട്ടിക്കിൾ പറയുന്നത് നമ്മുടെ ചിന്തകൾക്ക് 2 വഴികളുണ്ടെന്നാണ്. ഒരു വഴി നാശത്തിലേക്കാണ്. മോശം ചിന്തകൾ, ദുഷിച്ച ചിന്തകൾ, അതൊക്കെ നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. മറ്റേ വഴി പുരോഗതിയുടേതാണ്. നല്ല ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ, അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ്. ഇതൊരു മോട്ടിവേഷൻ ക്ലാസ്സിൽ കേൾക്കുന്ന വെറും വാക്കുകളല്ല, ഇതൊരു പ്രപഞ്ച സത്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ എപ്പോഴും എന്താണോ ചിന്തിക്കുന്നത് പതിയെ പതിയെ നമ്മൾ അതായി മാറും. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വിധിയെ രൂപപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിധിയുടെ ശില്പികൾ നമ്മൾ തന്നെയാണ്. അപ്പോ ഒരു ചോദ്യം വരാം:
എങ്ങനെയാണ് ഈ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ നല്ലതാക്കാൻ പറ്റുന്നത്? അതിനൊരു വഴിയുണ്ട്. അതാണ് ഗായത്രി ഉപാസന. 4 വേദങ്ങളുടെയും മാതാവായി കണക്കാക്കുന്ന ഗായത്രി നമ്മുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ആ ദിവ്യജ്ഞാനമാണ്. ആ പ്രകാശം ഉള്ളിൽ വരുമ്പോ ഇരുണ്ട ചിന്തകളെല്ലാം തനിയെ ഇല്ലാതാകും. പകരം നല്ല ക്രിയേറ്റീവായ ചിന്തകൾ വരും. അപ്പോ നമ്മൾ നമ്മളെക്കുറിച്ച് സംസാരിച്ചു, സമൂഹത്തെക്കുറിച്ച് സംസാരിച്ചു, നമ്മുടെ ചിന്തകളുടെ ശക്തിയെക്കുറിച്ചും സംസാരിച്ചു. ഇനി ഈ യാത്രയുടെ അവസാന ഭാഗത്തേക്ക് കടക്കുവാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: എന്താണ് ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം? എവിടെയാണ് നമുക്ക് ശാശ്വതമായ സമാധാനം കിട്ടുന്നത്? പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതെന്താ, കുറേ പണം, നല്ലൊരു ജോലി, പ്രശസ്തി, ഇതൊക്കെ കിട്ടിയാൽ ജീവിതം സെറ്റായി, സന്തോഷമായെന്ന്. പക്ഷേ ഹമാര കല്യാൺ കിസ്മേ ഹെ എന്ന ലേഖനം നമ്മളോട് ചോദിക്കുന്നു, ഇതൊക്കെയാണോ യഥാർത്ഥ ക്ഷേമം? ഇതൊക്കെയാണോ യഥാർത്ഥ കല്യാൺ? മാസിക പറയുന്നത് യഥാർത്ഥ ക്ഷേമം എന്ന് പറയുന്നത് പുറത്തുനിന്നും കിട്ടുന്ന ഒന്നല്ല, അത് നമ്മുടെ ഉള്ളിൽ നിന്നും വരേണ്ട ഒന്നാണെന്നാണ്. പുറത്തെന്ത് നടന്നാലും നമ്മുടെ ഉള്ളിലെ സമാധാനത്തിന് ഒരു കോട്ടവും തട്ടാത്തൊരവസ്ഥ. ആ ഒരവസ്ഥ എപ്പോഴാണ് കിട്ടുന്നത്? നമ്മൾ ഈശ്വരനെ അറിയുമ്പോഴും നമ്മളെ ആത്മാവ് അനശ്വരമാണെന്ന് തിരിച്ചറിയുമ്പോഴുമാണ് ആ യഥാർത്ഥ സമാധാനം നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള വഴി ഏതാണ്? ധർമ്മത്തിന്റെ വഴി. എന്നാണ് ധർമ്മം? നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും ചിന്തകളുമെല്ലാം ശരിയായതാവുക, നീതിയുള്ളതാവുക, എല്ലാവരോടും ദയയും അനുകമ്പയും കാണിക്കുക, സത്യം പറയുക, സ്വയം നിയന്ത്രിക്കാൻ പഠിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ധർമ്മത്തിന്റെ വഴിയിലായി. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് ചുരുക്കി നോക്കാം. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ്. അപ്പോ ഈ കെടാവിളക്കിന്റെ സന്ദേശം ഇതാണ്: 1. യോഗവിദ്യയിലൂടെ നമ്മുടെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്തുക. 2. സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന ഒരാളായി മാറുക. 3. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക, കാരണം നിങ്ങളുടെ ലോകം നിങ്ങളാണുണ്ടാക്കുന്നത്. 4. യഥാർത്ഥ സന്തോഷം പണത്തിലല്ല, മറിച്ച് ആത്മീയമായ തിരിച്ചറിവിലാണെന്ന് മനസ്സിലാക്കുക. ഈ 4 കാര്യങ്ങൾ ഒന്നിക്കുമ്പോഴാണ് ഒരു ജീവിതം ശരിക്കും അർത്ഥപൂർണമാകുന്നത്. ഈ അറിവുകളെല്ലാം ഒരു കെടാവിളക്ക് പോലെയാണ്. ഇതിന്റെ വെളിച്ചം ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. ഇത് വെറുതെ കേട്ടുപോകാനുള്ളതല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പോ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ ഉള്ളിലെ ഈ വെളിച്ചം ജീവിതത്തിൽ എങ്ങനെയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? നന്ദി.